ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചേട്ടൻ മീനാണ് വാങ്ങിട്ട് വന്നങ്ങനെ ഏട്ടാന്ന് പറയട്ടെ ഞാൻ കാണിച്ചു തരാം. നല്ല നല്ല വലിയ അട്ടയല്ല കേട്ടോ, ഭയങ്കര വലിയ അട്ടയല്ല. ഇങ്ങനെ കഷ്ണങ്ങൾ 2 കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒരു മുഴുവൻ അട്ടയിൽ 1.5 കിലോൻ്റെ ഒരു അട്ട. നല്ല സൂപ്പറാണ്. നല്ല അട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം ഏട്ടത്തലയും എല്ലാം കൂടി വാലും മണ്ടൊക്കെ കൂടി കറി വയ്ക്കാം, മറ്റേതൊക്കെ വറുക്കാം. അപ്പോൾ ഞാൻ കാണിക്കാട്ടാ. കറി വയ്ക്കാനായിട്ട് ഇവിടെ ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാട്ടാ. മീൻ വറുക്കാനുള്ളത് ഞാൻ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഈ മീനൊക്കെ അങ്ങനെ വറുക്കേണ്ടത് ഇഷ്ടം. പിന്നെ ഇത് കറി വയ്ക്കാനുള്ളത്, ഇത് ഇഞ്ചി വെളുത്തുള്ളി അല്ല ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം തിരുമ്പി വയ്ക്കാം. ഞാൻ പുളിവെള്ളത്തിലാണ് ഇട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഏട്ടക്കറി കൂടിയായി, ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഉള്ളി താളിപ്പുണ്ടല്ലോ, നമ്മൾ തൃശ്ശൂർ മീൻ കറിയിൽ ലാസ്റ്റാണ് താളിക്കുക. ആദ്യം താളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ പോവും, മണം കൊണൊക്കെ പോവും, അതിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ അവസാനം താളിക്കുക. അപ്പോൾ ഉള്ളി മരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്കത് താളിക്കാം. ഒരു സെക്കൻഡ് മൂടി വയ്ക്കുക കേട്ടോ, അതിൻ്റെ മണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ഇവിടെ പിന്നെ എല്ലാതായിട്ടുണ്ട്, ഇനിയിപ്പോൾ കഴിക്കുക വേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ അടിപൊളി തൃശ്ശൂർ ഏട്ടക്കറി. ഞങ്ങളിങ്ങനെയൊക്കെ കറി വയ്ക്കുക കേട്ടോ. ഞാനത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്, അത് കാരണം ക്ലിയറായി കാണിക്കാത്ത. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞാൻ എത്ര നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ, മന്ത്ലി ചെക്കപ്പിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഓക്കെ കേട്ടോ, ബൈ.